സോ കീം 2025 കോളേജസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെ ടൈപ്പ് ഓഫ് കോളേജ് ഉണ്ടെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ കീമിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ അതിൻ്റെ PDF കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും. അതിനകത്ത് 3 ടൈപ്പ് ഓഫ് കോളേജാണ് മെയിൻലി ഉള്ളത്. അത് GNS എന്നാണ് കൊടുത്തിട്ടുണ്ടാവുക. ഈ A എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ടാവില്ല. അതെന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആക്ച്വലി ഈ G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർലി ഗവൺമെൻറ് കോളേജുകൾക്കാണ് ഈ G എന്ന് പറയുന്നത്. ഗവൺമെൻറ് ഫീസിലായിരിക്കും. ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളാണ് അതിൻ്റെ അകത്ത് മെയിനായിട്ട് ഉണ്ടാവുക. കറക്റ്റ് ഗവൺമെൻറ് ഫീസിൽ മാത്രം നിങ്ങൾക്ക് അവിടെ പഠിക്കാം. അതിൻ്റെ അകത്ത് ചില കോളേജ് ഓട്ടോണമസ് ഉണ്ട്. അത് എന്നാൽ നിങ്ങൾക്ക് അവിടെ ഗവൺമെൻറ് ഫീൽ തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരുപാട് കോളേജുകളുണ്ട്. ഓക്കെ, അത് വെയിറ്റ് ചെയ്യുക. അത് ഏകദേശം 12 ഗവൺമെൻറ് എയ്ഡഡ് കോളേജാണ് കറൻലി ഉള്ളത്. അതിൽ തന്നെ നമ്മുടെ TKM MA കോളേജൊക്കെ ഓട്ടോണമസ് ആണ്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ വീഡിയോ ചെയ്യും. ഇതിനകത്ത് നമ്മൾ ടൈപ്സ് ഓഫ് കോളേജാണ് മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ് N എന്ന് കാണാൻ പറ്റും. N ആണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഡൗട്ട് അടിക്കുന്നത്. അത് ഗവൺമെൻറ് ആണോ സെൽഫ് ഫൈനാൻസിങ് ആണോ എന്ന്. അത് ആക്ച്വലി ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫൈനാൻസിങ് കോളേജ് എന്നാണ് അതിനെ പറയുക. അതിനകത്ത് ഒരുപാട് കോളേജ് വരുന്നത്. അത് ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ അടിയിൽ വരുന്ന കോളേജിനാണ് അങ്ങനെ പറയുന്നത്. വെച്ചാൽ KSRTC അണ്ടറിൽ കോസ്റ്റലിൻ്റെ, അതേപോലെ തന്നെ നമ്മുടെ IHRD, അങ്ങനത്തെ കോസ്റ്റ് ഷെയറിംഗ് ഗ്രൂപ്പ്സ്, അങ്ങനത്തെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്ന ഗ്രൂപ്പ്. അത് ഒരിക്കലും ഒരു ഗവൺമെൻറ് കോളേജല്ല. അവിടെ നിങ്ങൾക്ക് ഗവൺമെൻറ് ഫീസായ 10,000 രൂപ പെർ ഇയറിൽ പഠിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്തായാലും അവിടെ 35 to 70 ഇടയിലുള്ള ഫീസുകളാണ് വരിക. അത് മനസ്സിലായി. 35K to 70K ഇടയിലുള്ള ഫീസുകളാണ്. അപ്പോൾ ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫൈനാൻസിങ് കോളേജിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു. അപ്പോൾ അതാണ് N എന്ന് പറഞ്ഞ കോളേജുകൾ. ഓക്കെ, ഇനി അടുത്ത S-ഉം A-യും അതെന്താ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ആയിട്ട് വാട്സപ്പ് ബോട്ടിൻ്റെ കാര്യം പറയാനുണ്ട്. അതിനുശേഷം നമുക്ക് തിരിച്ചുതരാം. കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്ത ലിങ്ക് വെച്ചിട്ട് കോളേജ് ദോസ്തിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ബോട്ടിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. ഇവിടെ നിങ്ങളുടെ എക്സ്പെക്റ്റഡ് റാങ്കും കാറ്റഗറിയും അടിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഏകദേശം ഉറപ്പുള്ളൊരു റാങ്ക് കിട്ടാൻ പറ്റും. അപ്പം എന്തായാലും ഇതൊരു 100% അക്യുറേറ്റ് ഒന്നുമല്ല. ഒരു 80 to 85% മാത്രമേ അക്യുറസി ഉള്ളൂ. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അവരുടെ കോളേജ് പെട്ടെന്ന് തന്നെ റാങ്ക് അടിച്ചിട്ട് കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണ് എന്ത് ചെയ്യുക, ഈ കോളേജ് ദോസ്തിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ബോട്ട് ഉപയോഗിക്കുക. കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഗവൺമെൻറ് കോളേജിനെ കുറിച്ച് പറഞ്ഞു. ഗവൺമെൻറ് കോളേജും ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫൈനാൻസിങ് കോളേജും പറഞ്ഞു. ഇനി S-ഉം A എന്താണ്? S എന്ന് പറഞ്ഞാലാണ് പ്രൈവറ്റ് കോളേജ് അല്ലെങ്കിൽ സെൽഫ് ഫൈനാൻസിങ് കോളേജ്. അവിടെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി പ്രൈവറ്റ് ആണ്. എന്ന് വെച്ചാൽ ഫീസ് ഫുൾ പ്രൈവറ്റ് ആണ്. പഠിക്കുന്നത് നിങ്ങൾ KTU യൂണിവേഴ്സിറ്റി അണ്ടറിലാണെങ്കിലും നിങ്ങളുടെ ഫീസൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഫുള്ളി പ്രൈവറ്റ് കോളേജ് ആയിരിക്കും. ഓക്കെ, അവിടെ ഗവൺമെൻറ് കൺട്രോൾ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഫുൾ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ട്രിക്റ്റ് അവരുടേതായ ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെയാണ് കൂടുതലുണ്ടാവുക. നെക്സ്റ്റ് ഈ A എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ A എന്ന് പറഞ്ഞ കോളേജ് നിങ്ങൾക്ക് KTUവിലെ കീമിൻ്റെ PDF ഒന്നും കാണാൻ പറ്റില്ല. പക്ഷേ അത് പറഞ്ഞാൽ ഓട്ടോണമസ് കോളേജാണ്. ഒരുപാട് ഓട്ടോണമസ് കോളേജ് ഉണ്ട്. അതിൽ തന്നെ ഗവൺമെൻറ്റിന് അണ്ടറിൽ വരുന്ന ഓട്ടോണമസ് കോളേജ് ഉണ്ട്. പ്രൈവറ്റിന് അണ്ടറിൽ പ്രൈവറ്റിന് അണ്ടറിൽ വരുന്ന ഓട്ടോണമസ് ഉണ്ട്. അപ്പം ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് IHRD അണ്ടറിൽ വരുന്ന ഓട്ടോണമസ്, അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓട്ടോണമസ് കോളേജുകളുണ്ട്. ഓട്ടോണമസ് കോളേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ KTU, അതായത് നമ്മളെല്ലാവരും പഠിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റിയാണ് KTU അല്ലെങ്കിൽ APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി അണ്ടറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി അണ്ടർ തന്നെ ആയിരിക്കും നിങ്ങൾ പഠിക്കുക. പക്ഷേ നിങ്ങളുടെ സിലബസിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും എക്സാംസൊക്കെ നിങ്ങളുടെ കോളേജായിരിക്കും നടത്തുക. അതാണ് ഈ ഓട്ടോണമസ് കോളേജ് എന്ന് പറയുന്നത്. സർട്ടിഫിക്കറ്റും ആ കോളേജിൻ്റെ പേരിലായിരിക്കും വരിക. അപ്പം ഇതാണ് 4 ടൈപ്പ് ഓഫ് കോളേജ് ഏകദേശം ഉള്ളത്. അപ്പം നിങ്ങൾ കോളേജിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കാൻ ലാസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു പോയിന്റ് വളരെ കൃത്യമായിട്ട് ആലോചിക്കണം. കാരണം ഇത് മാറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചെന്നെത്താൻ പോകുന്ന ചിലപ്പം പ്രൈവറ്റോ അല്ലെങ്കിൽ ഗവൺമെൻറ് കൺട്രോൾഡോ അങ്ങനെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. സോ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണുക, മാക്സിമം ഷെയർ ചെയ്യുക. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു, നോട്ട് ഫോർ മീ.